സദസ്സിന് പരിചയപ്പെടുത്തുന്നു. മലപ്പുറം ജില്ലയിലെ കാപ്പിൽ സ്വദേശി മഞ്ചേരി HMY ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര അധ്യാപിക 2019 പ്രസിദ്ധീകരിച്ച ചിപ്പിളിയാണ് ആദ്യ സമാഹാരം. എഴുത്തിൽ സജീവമായി ഖദീജ ടീച്ചറിന് ഇതിനോടകം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അമ്മ മലയാളം സാഹിത്യവേദി പ്രശസ്തി പത്രം. അമ്മ മലയാളം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച P. റഷീദ് ഖാൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2025 ലഭിച്ച മലപ്പുറം മഞ്ചേരി സ്വദേശിനി ശ്രീമതി ഖദീജ ഉണ്ണിയമ്പത്തിന് സർഗശ്രീ കഥാസമാഹാരം. അഭിനന്ദനങ്ങൾ, ആശംസകൾ. നിലപാടുകളിലെ വ്യക്തതയും നിരീക്ഷണ വൈഭവവും ശ്രീമതി ഖദീജ ടീച്ചറുടെ കഥകളെ മികച്ചതാക്കുന്നു. ഒറ്റപ്പെട്ട മനുഷ്യരുടെ കണ്ണീരുപ്പ് കലർന്ന കഥകൾ ചൂഷണങ്ങളോട് കലഹിക്കുന്നു, പ്രതിഷേധിക്കുന്നു. സാധാരണക്കാരൻ്റെ നോവുകൾ അസാധാരണ പ്രതിഭാസ്പർശത്തോടെ തീക്ഷ്ണമായി രേഖപ്പെടുത്തിയ സർഗശ്രീ കഥാകാരിയുടെ സർഗമികവിൻ്റെ തെളിവാണ്. അമ്മ മലയാളം സാഹിത്യവേദിയുടെ സമുന്നത നേതാവായിരുന്ന P. റഷീദ് ഖാന്റെ സ്മരണയ്ക്കായി കുടുംബം ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ശ്രീമതി ഖദീജ ഉണ്ണിയമ്പത്തിന് അഭിമാനത്തോടെ സമ്മാനിക്കുന്നു. എഴുത്തു വഴികളിലൂടെ ബഹുദൂരം സഞ്ചരിച്ച് മലയാള കഥാ സാഹിത്യ ലോകത്ത് ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തുവാൻ മഞ്ചേരിയുടെ കഥാകാരിക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ആശംസിക്കുന്നു. മൂന്നാമത്തെ ജാരൻ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് ചേർത്തല സ്വദേശി PS ഷിബു തിരുവിഴയെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്നു. ആകാശവാണിയിൽ കഥകൾ അവതരിപ്പിച്ചു വരുന്നു. 15 ഹ്രസ്വചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മൂന്നാമത്തെ ജാരൻ ആദ്യ കഥാസമാഹാരം. വെൽഡറായി ജോലി ചെയ്യുന്ന ഷിബു മികച്ച ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ്. അമ്മ മലയാളം സാഹിത്യവേദി. ആശുപത്രിയിൽ പോകാം, അതുവരെ ഞാൻ എന്തായാലും ആശുപത്രിയിൽ വരില്ല എന്ന് നിർബന്ധം പിടിക്കുകയും അങ്ങനെ ആ പരിപാടിയും വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയത്. എന്തായാലും അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഒരിക്കൽ കൂടി തല കുനിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. MLA ക്ക് നന്ദി.